ഏകദേശം ഒരു 5 മണിയായപ്പോഴേക്കും ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങി. മറൈൻ വേൾഡ് അക്വേറിയമാണ് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മറൈൻ വേൾഡിന്റെ ഈ ഷോ നടക്കുന്നത്. ഏതാണ്ട് എല്ലാ വർഷവും വെക്കേഷൻ ടൈമിൽ ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ച് എന്തെങ്കിലും ഒരു ഷോ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം മറൈൻ വേൾഡിന്റെ അക്രിലിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. 10 കോടി ബഡ്ജറ്റിൽ ഒരു വമ്പൻ സെറ്റപ്പാണ് ഇവർ ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഉപ്പയും കുഞ്ഞാണിയൊക്കെയും ചേർന്ന് എല്ലാവർക്കുമുള്ള എൻട്രി ടിക്കറ്റ് എടുത്തു. 150 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. ഇതിൻ്റെ ടൈമിങ് വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽക്ക് രാത്രി 10 മണി വരെയും ഹോളിഡേയ്സിൽ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയുമാണ്. വലിയൊരു ഷാർക്ക് വാ പൊളിച്ചിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ എൻട്രൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ ഒരു പരിപാടി ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസക്കാലത്തിലധികമായിട്ടുണ്ടാവും. നോമ്പും ചൂടൊക്കെ കണക്കിലെടുത്താണ് ഇത്രയും നാൾ വന്ന് കാണാതിരുന്നത്. നമ്മളിതിൻ്റെ അകത്തോട് കിടക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ആ ഹാളിൽ അവർ കുറേ മൃഗങ്ങളുടെയൊക്കെ പ്ലോട്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ പോകുന്നത് അക്വേറിയം സെക്ഷനിലോട്ടാണ്. ഒരുപാട് ഇനത്തിൽപ്പെട്ട മീനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡിഫറൻറ്റ് ഇനത്തിൽപ്പെട്ട മീനുകളെയെല്ലാം പ്രത്യേകം അക്വേറിയങ്ങളിലാക്കി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പുറമേ നല്ല ചൂടായിരുന്നെങ്കിലും ഇതിൻ്റെ അകത്തോട്ട് ചൂടൊന്നും വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. ചൂട് കുറയ്ക്കാനായി ഇടയ്ക്കിടയ്ക്ക് ടവർ ഫാനുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനങ്ങളിലുള്ള മീനുകളെ പറ്റിയുള്ള ചെറു വിവരണങ്ങൾ അതിൻ്റെ അടുത്തായി നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഈ വെക്കേഷൻ ഫാമിലിയുമായിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണിത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാഴ്ചകൾ ഇതിനകത്തുണ്ട്. പല വർണ്ണങ്ങളിലുള്ള അലങ്കാര മത്സ്യങ്ങൾ നമുക്ക് ചുറ്റും ഓടി നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും തരുന്ന ഒത്തിരി നല്ല കാഴ്ചകൾ ഇവിടുണ്ട്. ഒരു തവണ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാ കാഴ്ചകളും കണ്ടു തീർത്ത് തിരിച്ചിറങ്ങാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. എൻട്രൻസിനായും എക്സിറ്റിനായും ഓരോരോ വഴികൾ മാത്രമേ ഉള്ളൂ. കസ്റ്റമേഴ്സിന് ഒരു കാഴ്ചയും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും 2 ടൈപ്പ് അക്വേറിയങ്ങളാണ് ഇവിടെ ഉള്ളത്. വലിയ സ്ക്രീൻ പോലെ ചുമരിൽ പതിപ്പിച്ചിട്ടുള്ള വാൾ അക്വേറിയവും ടണൽ പോലെ നീണ്ടു കിടക്കുന്ന മറ്റൊരു അക്വേറിയവും. പല വർണ്ണങ്ങളിലുള്ള ഈ ഇത്തിരി കുഞ്ഞന്മാരെ കണ്ടാൽ തീർച്ചയായും ചിരുവിനെ പോലെ നിങ്ങളും നോക്കി നിന്നു പോവും. ഇത്തിരി കുഞ്ഞന്മാർ മാത്രമല്ല, ഭീമാകാരന്മാരായ അരാപ്പൈമയും ഇതിനകത്തുണ്ട്. പേരറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ലക്ഷക്കണക്കിന് മീനുകൾ ഇതിനകത്ത് വിലസുന്നുണ്ട്. നരഭോജികളായിട്ടുള്ള പിരാന മത്സ്യങ്ങളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇംഗ്ലീഷ് സിനിമകളിൽ ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഈ മുതലിനെയാണ്, തിരണ്ടി. അതിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ, കാണുമ്പോൾ തന്നെ ചിരി വരുന്നു. എന്താണ് അവിടെ പ്രശ്നം എന്ന് നമ്മളോട് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ അനിയനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ഓനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഓരോരോ മീനിൻ്റെയും എക്സ്പ്രഷൻ അനുസരിച്ചുള്ള ഡയലോഗൊക്കെ ഡബ് ചെയ്യുമായിരുന്നു. നമ്മുടെ മുജ്ജല്ലേ ആ കിടക്കുന്നത്, മുഷി, മുയ്യ്, മുജ്ജ്, അങ്ങനെ പല പേരുകളുണ്ട് ഇതിന്. ഞാനെന്തായാലും മുജ്ജ് എന്നാണ് വിളിക്കാറ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ വിളിക്കാറ് എന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മീനിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്തതെത്തുന്നത് ഈ ഒരു ഐറ്റത്തിൻ്റെ അടുത്തേക്കാണ്. 360 ഡിഗ്രി സെൽഫി മെഷീൻ. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണിപ്പോൾ ഇത്. ഇപ്പോൾ ഒട്ടുമിക്ക മാളുകളിലും എക്സ്പോകളിലുമൊക്കെ ഇത് കാണാറുണ്ട്. 360 ഡിഗ്രിയിലുള്ള നമ്മുടെ വിഷ്വൽസൊക്കെ ഇത് വെച്ച് ഷൂട്ട് ചെയ്തു തരും. നമ്മുടെ തന്നെ ഫോൺ ഉപയോഗിച്ചാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. ഒരാൾക്ക് 50 രൂപയാണ് ഇതിനായി അവർ ചാർജ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് ഈ ഒരു എക്സ്പോയുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള മത്സ്യകന്യകയെയും സ്കൂബ ഡൈവേഴ്സിനെയും ഒക്കെ കാണാൻ വേണ്ടിയാണ്.
വെള്ളത്തിനടിയിലുള്ള ഇവരുടെ അഭ്യാസ പ്രകടനങ്ങളെല്ലാം വളരെ മികച്ചതായിരുന്നു. ആക്ച്വലി ഞാൻ ഇവരുടെ ഒരുപാട് വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി ഫോൺ നോക്കിയപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. റെക്കോർഡിംഗ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രകടനങ്ങളുടെ കുറച്ച് വിഷ്വൽസ് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ഇതോടുകൂടി അക്വേറിയത്തിൻ്റെ സെക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് എക്സിബിഷൻ ഹാളിലോട്ടാണ്. ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. നമ്മുടെ വീട്ടിലോട്ടൊക്കെ ആവശ്യമുള്ള ഒട്ടുമിക്ക ആവശ്യ വസ്തുക്കളും നമുക്ക് ഇവിടെ നിന്നും വാങ്ങാൻ സാധിക്കും. ഫർണിച്ചേഴ്സ്, കിച്ചൺ അപ്ലയൻസസ്, ഫുഡ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, ടോയ്സ് തുടങ്ങിയ നിരവധി ഐറ്റംസ് ഇവിടെയുണ്ട്. നിങ്ങളുടെ വീട്ടിലോട്ട് മേടിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു വസ്തു തീർച്ചയായും ഇവിടെ കാണും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം അവസാനം ഈ കാണുന്ന സ്റ്റാളുകളിൽ നിന്ന് ഓരോ ചായയും സ്നാക്സ് ഒക്കെ കഴിച്ച് നമുക്ക് തിരിയാം. തീർച്ചയായും 150 രൂപയ്ക്ക് വേർത്തായിട്ടുള്ളൊരു എക്സ്പോ ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായി വന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ കാഴ്ചകളിലൂടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ ഫ്രം സഫീർ പാഞ്ചോല.